ഇത്രം കാലത്തെ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ താങ്ങി നടക്കുമ്പോൾ, ആ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാക്കിയിട്ട് നടക്കുമ്പോ മുഅ്മിനേ ഒന്ന് ആലോചിച്ചു നോക്കൂ. കഅന്നക തമൂതു ഗദാ, നാളെ ഞാൻ മരിച്ചാൽ ആരാരുമില്ലാത്ത ആറടി മണ്ണിനടിയിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഇല്ലല്ലദീന ആമനു, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിൽ അചഞ്ചലമായ ഈമാൻ വിശ്വാസം കൊണ്ട് നടക്കുന്നവരാരാണോ, കാലം എത്ര ദുഷിച്ചാലും കാലം എത്ര മോശമായാലും അവർ ഒരിക്കലും നശിച്ചു പോവില്ല, പരാജയപ്പെട്ടു പോവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇല്ലല്ലദീന ആമനു, ഹൃദയത്തിൽ അചഞ്ചലമായ ഈമാനുള്ളവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ഷഹാദത്തിന്റെ മന്ത്രധ്വനി ഹൃദയത്തിൽ വളരെ സ്ട്രോങ്ങോടുകൂടി സ്റ്റെബിലിറ്റിയോടുകൂടി സൂക്ഷിക്കുന്നവരാരാണോ അവർ കാലം എത്ര ദുഷിച്ചാലും മോശമായാലും അവർ കുലുങ്ങൂല, അവർ രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് റബ്ബാണ് വലുത്, അവർക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വലുത്. അവർ ഉറക്കെ അല്ലാഹുവിന്റെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ വേഷത്തിലും അവരുടെ നോട്ടത്തിലും അവരുടെ ഇരുത്തത്തിലും അവരുടെ കിടത്തത്തിലും അവരുടെ ജീവിതത്തിൽ മുഴുവനും കാണാൻ സാധിക്കും ആരെ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ പേടിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദുനിയാവിന്റെ പളപളപ്പിൽ പോയി പെട്ടുപോകുന്നവരാവില്ല. അല്ലാഹുവിന്റെ അചഞ്ചലമായ ഈമാൻ കാരണത്താൽ അവർ ആരുകയും കൂസുകയില്ല. എന്താ തൊപ്പി ധരിക്കാത്തത് ചോദിച്ചാ പറയും അതൊരു കുറച്ചിലല്ലേ. എന്താ താടി വെച്ചാല് അത് താടി ചൊറിയുന്നപ്പ. താടി വെക്കാത്തവരോട് ചോദിച്ചാൽ മറുപടി എന്താ? താടിക്ക് ഭയങ്കര ചൊറിച്ചല. താടിക്കല്ല ചൊറിച്ചല്, പിന്നെയോ അവരുടെ ഹൃദയത്തിനാ ചൊറിച്ചല്. എന്താ ഇപ്പോഴിങ്ങനെ താടിയും മീശയൊക്കെ ഡൈ ചെയ്ത് നടക്കുന്നത്? പക്ഷേ പ്രായമാകുമ്പോ നിരയൊക്കെ കാണുമ്പോ ഒരു മോശല്ലേ. എപ്പോഴും ഡൈയൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് നിന്ന ആ ചുറുചുറുക്കുള്ള യുവത്വം നിലനിൽക്കുന്നതാണ് ഈ കുളത്തിലെ തവളകൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഇവര് വിചാരിക്കുന്നത് ഈ നാട്ടിലെ ഈ ലോകത്തെ എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി അടയ്ക്കാന്ന്. അവന്റെ എത്ര രോമം നരച്ചിട്ടുണ്ട്, എത്ര നോമം വെളുത്തിട്ടുണ്ട്, വേറൊന്നും പണിയില്ല ജനങ്ങൾക്ക്. ഇതൊക്കെ നോക്കി അടക്കാൻ വേണ്ടിട്ട് വേറൊന്നും പണിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ താടിയും മീശയും ഡൈ ചെയ്യുമ്പോ ആ രോമത്തിന് കവറായിട്ട് അവർ ഡൈ ചെയ്യുന്ന കെമിക്കൽ വരുമ്പോ അവർക്ക് ജനാപത്തുണ്ടായാൽ, വലിയ ശുദ്ധി ഉണ്ടായാൽ അവർ കുളിച്ചാലേ എന്താവുകയുള്ളൂ? ശുദ്ധിയാവത്തുള്ളൂ. നിസ്കരിക്കണമെങ്കിൽ വുളൂ സഹിയാകണം. കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ രോമങ്ങളിലേക്കും വെള്ളം ചെന്നാലേ കുളി സഹിയാവത്തുള്ളൂ. വുളൂ ചെയ്യുമ്പോ അവരുടെ വുളൂഇന്റെ അവയവങ്ങളിൽ ഏതൊക്കെ രോമങ്ങളുണ്ടോ നഖങ്ങളുണ്ടോ അതിന്റെയൊക്കെ അകത്ത് വെള്ളം ചെന്നാലേ അവരുടെ വുളൂ ശരിയാവത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഡൈ ചെയ്ത് നടക്കുന്നവർ അവർ ചെയ്യുന്ന കെമിക്കല് ആ അവരുടെ രോമത്തിന്റെ മുകളിലേക്ക് കവരായി ഹിജാബായി മറയായി വന്നാൽ അവരുടെ വുളൂ സഹിയാകും, അവരുടെ കുളി സഹിയാകും. പള്ളിയിലേക്ക് കയറുന്നത് പോലും അവർക്ക് കുറ്റമായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഡൈ ചെയ്ത്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിന് വേണ്ടി ക്യാഷ് ചെലവഴിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് അല്ലേ? നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ മനുഷ്യൻ താടിയും മുടിയൊക്കെ ഡൈ ചെയ്തിട്ട്? കണ്ടിട്ടുണ്ടോ? മുൻ പ്രധാനമന്ത്രി ബഹുമാനനായ ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ? എത്ര കാലം ഇവിടെ ജീവിച്ചു? എത്ര വയസ്സിലാണ് മരിച്ചത് മൂപ്പര്? 90-അടുത്തോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ മനുഷ്യൻ ഡൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൈ ചെയ്ത് നടക്കുന്നുണ്ടോ? ഇല്ല.
മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഡേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർക്കൊന്നുമില്ലാത്ത എന്ത് മർത്തവ്യാണ് ഇതൊക്കെ ഡേ ചെയ്തിട്ട് ഞാൻ വലിയ നേതാവാണെന്ന് ചമഞ്ഞ് നടക്കുന്നവർക്കുള്ളത്. ആലോചിച്ചു നോക്കൂ. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കേണ്ടവരല്ലേ? നമ്മളൊക്കെ വുളൂ ചെയ്യേണ്ടവരല്ലേ? എങ്ങനെ നമ്മുടെ വുളൂവും നിസ്കാരവും ഇബാദത്തുകളൊക്കെ റബ്ബ് സ്വീകരിക്കും? അതുകൊണ്ട് എത്ര കാലത്തെ കുറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ താങ്ങി നടക്കുമ്പോൾ, ആ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ മാതൃകയാക്കിയിട്ട് നടക്കുമ്പോ മുഅ്മിനേ ഒന്ന് ആലോചിച്ചു നോക്കൂ. കഅന്നക തമൂതു ഗദാ, നാളെ ഞാൻ മരിച്ചാൽ ആരാരുമില്ലാത്ത 6 അടി മണ്ണിനടിയിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആരാരുമില്ലാത്ത 6 അടി മണ്ണിനടിയിലേക്ക് നമ്മെ താഴ്ത്തി വെച്ചാൽ ആരാണ് മുഅ്മിനേ നമുക്ക് കൂട്ടിനുള്ളത്? നാം ചെയ്ത നമസ്കാരങ്ങള്, നാം നോറ്റ നോമ്പുകള്, നാം ഓതിയ ഖുർആൻ പാരായണങ്ങള് ഒന്നും ഖബറിലേക്ക് എത്തുന്നില്ല. കാരണം എന്തേ? ശുദ്ധിയില്ലാതെ ഒരാമലും ചെയ്താലും അല്ലാഹുക്ക് വേണ്ട. അല്ലാഹു പറഞ്ഞതുപോലെ ശരീരശുദ്ധിയും ആത്മീയ ശുദ്ധിയും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരുടെ സൽക്കർമ്മങ്ങളാണ് റബ്ബിന് വേണ്ടത്. ആ ഖബറിലേക്ക് കൂട്ടിന് നമ്മുടെ അമലുകൾ വേണോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. എത്രയെത്ര മരണങ്ങൾ കാണുന്നു. പെട്ടെന്ന് എത്ര പേര് നമ്മിൽ നിന്നും വിട പറയുന്നു. ആലോചിച്ചു നോക്കിയേ. കഴിഞ്ഞ റമദാനിന് കുറച്ച് മാസം മുമ്പ് ഈ വിനീതന്റെ കൂടെ പരിശുദ്ധ ഉംറക്ക് വന്നു ഒരു ഉമ്മ, ബായാറിലുള്ള ഒരു ഉമ്മ. ബായാറുടെ അടുത്തായിരിക്കുമല്ലോ അല്ലേ? 50 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കുള്ള ദൂരവും ബായാറിലേക്കുള്ള ദൂരം ഏകദേശം കണക്കന്നെ. അപ്പൊ ബായാറിലൊരു ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കലന്തർ സാഹിബിന്റെ ഉമ്മ. എപ്പോഴും കലന്തർ സാഹിബ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എനിക്ക് അയച്ചു തരും. സാധേ ഉമ്മ എപ്പം നോക്കിയാലും നിങ്ങളെ വാഴ യൂട്യൂബിലെടുത്ത് ഇങ്ങനെ കാണും. അതിങ്ങനെ എനിക്ക് അയച്ചു തരും. മിനിഞ്ഞാന്ന് രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട്, ദുബൈയിലാണ് കലന്തർ സാഹിബ്, പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കരഞ്ഞുകൊണ്ട് വോയിസ് അയക്കുക, ഉസ്താദേ ഉമ്മ മരിച്ചുപോയി. എന്ത് പറ്റി? സൈലന്റ് അറ്റാക്ക്. ഒരു കുഴപ്പമുണ്ടായില്ല. തലേന്ന് രാത്രി പോലും വീഡിയോ കോളിൽ കൂടി സംസാരിച്ചതാ. പക്ഷേ പിറ്റേന്ന് രാവിലെയാകുമ്പോ കലന്തർ സാഹിബിന്റെ ഉമ്മ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. കോവിഡ്-19 ശേഷം ഈ വാർത്ത സുലഭമായി നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാതെ തലേന്ന് നമ്മോടൊപ്പം സാഹസിച്ചവരാണ്, തമാശകൾ പറഞ്ഞവരാണ്. പിറ്റേന്ന് കേൾക്കുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓരോരുത്തർ ആലോചിച്ച് നോക്കി. വാട്സപ്പ് എടുത്ത് നോക്കിയാൽ പരിചയമുള്ള മുഖത്തിന്റെ ഫോട്ടോ പെട്ടെന്ന് കാണുന്നു. അടിയിൽ കാണുന്നത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതേപോലെ എന്റെ നിങ്ങളൊക്കെ ഫോട്ടോ വരൂലേ? അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. എപ്പോഴും ദുആ ചെയ്യാം റബ്ബിനോട്. വേറെ രക്ഷയില്ല മുഅ്മിനെ. കാരണം അത്രയും ദുഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ തെറ്റുകുറ്റങ്ങളിൽ നാമൊക്കെ പെട്ടുപോകുമ്പോ റബ്ബിന്റെ അടുക്ക് എത്തുമ്പോൾ രക്ഷപ്പെടാൻ കഴിയണ്ടേ? ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെയൊക്കെ മരണം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മരണവേദന കൊണ്ട് പിടപിടാ പിടിച്ചു. അസ്രായീൽ അലൈഹിസ്സലാം പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക്, പുന്നാര ഹബീബിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നൊരു നിമിഷമുണ്ട്. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരന്നല്ലോ,
പുന്നാര ഹബീബിനെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. നബിയേ നബിയേ, അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാം നബിയേ. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും, സമ്മതമില്ലെങ്കിൽ കണ്ട് തീരിക്കാനും അനുവാദം മുത്ത് റസൂലും നൽകുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. സമ്മതമാണ് അസ്റായീലെ റൂഹിനെ പിടിച്ചുകൊള്ളുക. അള്ളാന്റെ ഹബീബിന്റെ റൂഹിനെ യഥാ കാലിന്റെ ചുണ്ടൻ വിരൽ കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ തുടങ്ങുകയാണ്. റൂഹിനെ പിടിച്ച് പിടിച്ച് പുന്നാര ഹബീബിന്റെ റൂഹിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അള്ളാന്റെ ഹബീബതാ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ അസ്റായീൽ ഉർഫുക് യാ അസ്റായീൽ, അസ്റായീലേ ഒന്ന് മയം കാണിക്കൂ അസ്റായീലേ. ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ അസ്റായീലേ, സഹിക്കാൻ പറ്റുന്നില്ല അസ്റായീലേ. ഉർഫുക് യാ അസ്റായീൽ, ഒന്ന് മയം കാണിക്കൂ അസ്റായീലേ. നബിയേ നബിയേ, ഈ ഭൂമിയിൽ വെച്ച് ഞാൻ റൂഹ് പിടിച്ചതിൽ നിന്നും ഏറ്റവും ചെറിയ വേദനയോടുകൂടി ഏറ്റവും നല്ല മയത്തോടുകൂടിയാണ് നബിയേ അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് യാ റസൂലല്ലാഹ്. എന്നിട്ടും ഇത്രയും വേദനയുണ്ടോ മരണത്തിന് യാ അസ്റായീൽ? എന്റെ ഉമ്മത്തീങ്ങളെ ഇതിനേക്കാളും വേദനയോടുകൂടിയാണോ റൂഹിനെ പിടിക്കുന്നത്? എന്നാൽ എന്റെ ഉമ്മത്തീങ്ങളെ വേദനിപ്പിക്കല്ലേ. എന്റെ ഉമ്മത്തീങ്ങൾക്ക് കൊടുക്കുന്ന വേദന മുഴുവനും ഈ വേദന പോലും സഹിക്കാൻ കഴിയാതെ പിടക്കുന്ന ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ മുഹമ്മദിന് നൽകിക്കൊള്ളുക അസ്റായീലേ, എന്റെ ഉമ്മത്തീങ്ങളെ വേദനിപ്പിക്കല്ലേ അസ്റായീലേ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പുന്നാര ഹബീബ് പോലും ഒരു തെറ്റ് ചെയ്യാത്ത, ഒരു കുറ്റം ചെയ്യാത്ത, ഒരാളെയും ഉപദ്രവിക്കാത്ത, വേദനിപ്പിക്കാത്ത, ഒരു അസഭ്യം പറയാത്ത, ഒരു ചീത്ത വാക്ക് മൊഴിയാത്ത പുന്നാര ഹബീബിന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് പോലും വേദന കൊണ്ട് പിടച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മരുതടക്കത്തുള്ള വാപ്പാ ഉമ്മ, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, നാളെ നാം മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ റൂഹിനെ അസ്റായീൽ എങ്ങനെയാ പിടിക്കുക എന്ന് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ലല്ലോ വാപ്പാ, കഴിയില്ലല്ലോ ഉമ്മ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നല്ല മരണം കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദുനിയാവിന്റെ 4 നിധികൾ കരസ്ഥമാക്കട്ടെ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ നിധികൾ? ആ 4 നിധികൾ. അവർ കാലം എത്ര ദുഷിച്ചാലും മോശമായാലും ഇല്ലല്ലദീന ആമനു എന്ന അചഞ്ചലമായ ഈമാൻ കൊണ്ട് ആ നിധികൾ കരസ്ഥമാക്കിയിരിക്കും. ഒന്നാമത്തെ നിധി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 11:40 ആയിപ്പോൾ ഒരു 12 മണി 12:15 അവസാനിപ്പിക്കാം. ദുആടക്കം ഇൻഷാ അല്ലാഹ്. കാരണം സമയം കിട്ടിയാൽ നമുക്ക് റാഹത്താണ് ഉസ്താദേ. കാരണം എത്ര മണി വരെ ഇങ്ങനെ ഇരിക്കണം എന്നൊരു അർത്ഥം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു സമയം കിട്ടിയാൽ പെട്ടെന്നാവുമായിരിക്കും, അധികം ബുദ്ധിമുട്ടിക്കില്ല. എത്ര നേരത്തെ എനിക്ക് പോകാൻ പറ്റുമോ നിങ്ങളെക്കാട്ടും ഹൈർ എനിക്കാണ്. കാരണം എനിക്ക് നാളെയും മറ്റന്നാളും അതിൻ്റെ അപ്പുറം ഒക്കെ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം എത്ര നേരത്തെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റുമോ അൽഹംദുലില്ലാ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 12:30 ഞാൻ പുറപ്പെട്ട ഏകദേശം 50 കിലോമീറ്റർ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഓടണം. നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ ഏതോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അല്ലെങ്കിൽ കൊയിലാണ്ടിയോ അങ്ങോട്ടൊന്നും വന്ന ആളൊന്നുമല്ല ഞാൻ. ജന്മം കൊണ്ട് കണ്ണൂർ ജില്ലക്കാരനും ജീവിതം കൊണ്ട് നിങ്ങൾ ഇതേ കാസർഗോഡ് ജില്ലക്കാരൻ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് വളക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത്. ഇന്നലെ വായനൊന്നില്ലേ? ഇന്നലെ വായന അനസമാനി ഉസ്താദ് അല്ലേ? പുഷ്പഗിരി. ഇപ്പൊ പുഷ്പഗിരിയും നമ്മുടെ വളക്കയിൽ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ.
പക്ഷെ ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അങ്ങേയറ്റമായ തൃക്കരിപ്പൂരാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ജോലിക്ക് ഖുത്ബ ഓതാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. മനസ്സിലായോ? ഇപ്പൊ തെക്കൻ ജില്ലയായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതകാലം ഏകദേശം അൽഹംദുലില്ലാഹ് ജീവിച്ചു തീർത്തത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പരിസരവും പ്രദേശത്തും ഈ ജില്ലന്റെ എല്ലാ ഭാഗവും അറിയാം. ഇപ്പൊ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇനി താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എത്തും. ഇപ്പൊ 12:30 പോയാൽ തന്നെ 2 മണിയാവും ഇവിടെ എത്താൻ, വീട്ടിലെത്താൻ. 2 മണിക്ക് എത്തി ഫ്രഷ് അല്ലായി കിടക്കുമ്പോ എത്രയാവും? ഒരു 2:30 മണിയാവും. സുബഹിക്ക് എഴുന്നേക്കണ്ടേ? എഴുന്നേറ്റ് രാവിലെ 10 മണിക്ക് എനിക്ക് നിക്കാഹുണ്ട് കണ്ണൂർ ജില്ലയിൽ, അതിനെത്തണം. അത് കഴിഞ്ഞിട്ട് നാളെ വാഴതിനും പോകണം. അതും കഴിഞ്ഞ് ഇതേപോലെ രാത്രിയാവും. മറ്റന്നാളെ പാലക്കാടാണ് പരിപാടി. അതിനപ്പുറം വീണ്ടും പൂച്ചക്കാട് മക്കാം റോസിലേക്ക് തിരിച്ചു വരണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എറണാകുളത്താണ് പരിപാടി. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അള്ളാഹു നമ്മുടെ യാത്രകളൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെ യാത്രയായതും ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ടും വയല് പറയുന്നത് കൊണ്ടും, വയല് പറയുന്ന ഉസ്താദ്മാർക്കൊക്കെ അറിയാം ഒരു വയലിന് എത്രത്തോളം സ്ട്രെയിൻ എടുക്കണം എന്നുള്ളത്. നമ്മൾ മണിക്കൂറുകളോളം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവം എന്താവും? എനർജിക്കാവും. അപ്പൊ കൂടുതൽ ശാസ്ത്രം പറയുന്നത് പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് വായലന്മാർ. എല്ലാവർക്കും ദീർഘായുസ്സ് നൽകട്ടെ. കാണുന്നില്ലേ മസ്ഊദ് സഖാഫി ഉസ്താദൊക്കെ, ബഹുമാനനായ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് നല്ല വായതാണ്, നല്ല പ്രഭാഷകനാണ്. തലേന്ന് ഇതേപോലെ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു, പിറ്റേന്ന് രാവിലെ മരിച്ചു പോകുന്നു. കാരണം എന്താണെന്നറിയോ? എന്നോടൊക്കെ ബഹുമാനപ്പെട്ട കീച്ചേരി ഉസ്താദൊക്കെ എപ്പോഴും പറയും. കീച്ചേരി ഉസ്താദ് ഇവിടെ വന്നിനും എനിക്കറിയില്ല. കീച്ചേരി ഉസ്താദ് അറിയോ? 2 കിഡ്നിയും ഉസ്താദിന്റെ വീക്കാണ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. എന്നാലും ഉസ്താദ് ഇപ്പോ ഒരു ഡയാലിസിസ് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ആ ദീനിന്റെ സദസ് കൊണ്ടും ഇൽമു കൊണ്ടും പൊരുത്തപ്പെട്ട് ഇങ്ങനെ ദുആ ചെയ്ത് ഇങ്ങനെ മൂപ്പറിങ്ങനെ ജീവിക്കാം. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. ഇപ്പൊ കീച്ചേരി ഉസ്താദൊക്കെ പറയും, മോനെ റെസ്റ്റ് നന്നായിട്ട് എടുക്കണേ, ഈ യുവത്വ കാലത്ത് ദിവസവും പരിപാടി കിട്ടും ഇങ്ങനെ ഓടല്ലാന്ന് പറയും. പക്ഷെ ഓരോ സംഘാടകർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ നമ്മൾ ചിന്തിക്കും എങ്ങനെ പോവാതിരിക്കുക, നമ്മൾ പോയിട്ടില്ലെങ്കിൽ പടച്ചവനടുത്ത് കുറ്റക്കാരായി പോവോന്ന് വിചാരിച്ചിട്ട് എന്താവും അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഓടുക. അപ്പൊ എല്ലാവരും ആലിമീങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രത്തോളം നേരത്തെ പോകുന്നു അത്രത്തോളം നമുക്ക് നല്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ രാവിലെ വരെ വഴത് പറയാനും നമ്മൾ തയ്യാറാവുന്ന റെഡിയാണ്. അങ്ങനെ വിഷയദാരിദ്ര്യമൊന്നും റബ്ബിന്റെ തോഫിക്കൊണ്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഇരുന്ന് പ്രസംഗിക്കുന്നതിന് എന്തിനാന്നറിയോ? വയസ്സായിട്ടൊന്നല്ല. നേരത്തെ തങ്ങളെ ഞാൻ ഇരുന്നിട്ടേ സംസാരിക്കാറില്ലോ. തങ്ങളെ ഞാൻ കാണുന്ന മുതലേ എപ്പം മുതലേ എങ്ങനെ ഇരിക്കുന്നത് സ്റ്റേജില്. സത്യത്തില് തങ്ങളൊക്കെ എൻ്റെ നന്ദിയില്, നമ്മളൊക്കെ ധാർമ്മികളാ. അപ്പൊ തങ്ങളൊക്കെ എൻ്റെ 1, 2, 3 വർഷത്തെ ജൂനിയറാണ്. ആര്? ബഹുമാനപ്പെട്ട ഷർഫുദ്ദീൻ തങ്ങളൊക്കെ. അപ്പൊ തങ്ങള് ഞാൻ ഈ മജ്‌ലിസിൽ കാണുന്ന കാലം മുതലേ ഇരുന്നിട്ടേ പറയും. അപ്പോഴാണ് എനിക്ക് തിരിഞ്ഞ ഇതിന്റെ കുട്ടൻസ് എന്താന്ന്. കാരണം നമ്മളിങ്ങനെ 2-3 മണിക്കൂർ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാലൻസിങ്ങിൽ നമ്മൾ നിൽക്കൂല. ഏതെങ്കിലും ഒരു കാലിലേക്ക് എന്താവും കൂടുതൽ താങ്ങ് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ എന്ത് വരാൻ തുടങ്ങി? പ്രശ്നം വരാൻ തുടങ്ങി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു എൻ്റെയൊക്കെ വലതു ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രശ്നം വന്നു. മെറാൽജിയ പെരസ്റ്റാറ്റിക്ക എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അഥവാ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് കാലിലേക്ക് പോകുന്ന ഞരവെന്താകുന്നുണ്ട്, ബ്ലോക്ക് ആകുന്നുണ്ട്. ശ്രദ്ധിക്കണം. 20 മിനിറ്റിൽ കൂടുതൽ എന്താകരുത്, നിങ്ങൾ ഒറ്റ നൃത്തം നിൽക്കരുത്. എല്ലാവരോടും ഡോക്ടർമാർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് വലിയ അസുഖമൊന്നല്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ നിന്ന കാലം കഴിയും തോറും നമ്മൾ ഓരോരുത്തരും എന്തായി പോവും? രോഗിയായി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. ഇടക്കിടക്കെ അത് ദുആ ചെയ്യുന്നതെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകും? ഓരോ പ്രശ്നങ്ങളുണ്ടാവും, ഓരോ അസുഖങ്ങളുണ്ടാകും. കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ, വലിയ പ്രായമൊന്നുമില്ല, ഞാൻ പേര് പറയുന്നില്ല. ഞാനൊരു കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ റമദാനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ, ധാരമി എവിടെ? ഞാൻ കോട്ടയത്തെ പ്രോഗ്രാമിന് വേണ്ടി വരിക. അപ്പൊ മൂപ്പർക്ക് പിറ്റേന്ന് വാഴത് കാസർഗോഡ് ജില്ലയിലുണ്ട്. മൂപ്പർ അതിന് വരിക. അങ്ങനെ അത്താഴമുണ്ടോ?
അങ്ങനെ അത്തായെന്ന് കരുതിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് എറണാകുളത്തുനിന്ന് മൂപ്പറെ മുഹിബ്ബീങ്ങൾ വന്ന് നമുക്ക് അത്തായൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ മൂപ്പർ പറയാ, ഉസ്താദേ കാര്യമായിട്ട് ദുആ ചെയ്യണം, വയറ്റിൽ ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ എന്തായിട്ടുണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയും, പക്ഷേ പേര് ഞാൻ പറയുന്നില്ല. ഡോക്ടർ ക്യാൻസർ ആണെന്ന്, വയറ്റിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാ സഹസും ദുആ ചെയ്യണേ. അള്ളാഹുവേ നീ പരിപൂർണ്ണ ശമനം നൽകണേ. അല്ലാഹ് 35-40 വയസ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. പെട്ടെന്ന് രോഗികളാകിയ ആഫിയത്തിന് വേണ്ടി നന്നായി ദുആ ചെയ്യാം. അപ്പൊ ദുനിയാവിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളാണ് 4 നിധികള്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅതും മിൻ കൻസിദ് ദുനിയാ. ദുനിയാവിന് 4 നിധികളാണുള്ളത്. സഹാബ നിങ്ങളെ പിടിച്ചുകൊള്ളുക. ഒന്നാമത്തെ നിധി ഏതെന്നറിയുമോ? ലിസാനുൻ ദാകിറുൻ. അല്ലാഹുവിനെ സ്മരിക്കുന്നതായ, റബ്ബിനെ സ്തുതിക്കുന്നതായ നാവുകൾ ആർക്കൊക്കെയുണ്ടോ അവർ ദുനിയാവിലെ ഒന്നാമത്തെ നിധി കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ലിസാനുൻ ദാകിറുൻ, സദാസമയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ദിക്ർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നാവ് ഈ ഭൂമിയിൽ ആർക്കൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർ ദുനിയാവിലെ ഒന്നാമത്തെ നിധി കരസ്ഥമാക്കിയിട്ടുണ്ട്. ലിസാനുൻ ദാകിറുൻ, എപ്പോഴെങ്കിലും ദിക്റില്ലെന്ന നാമല്ല, പിന്നെയോ സദാസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. എപ്പോഴും റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നാവുകൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരണപ്പെടുകയുള്ളൂ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മൻ ഖാല ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്നും മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരണപ്പെടുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുമ്പോൾ ഒരു മനുഷ്യന് ദിക്ർ ചൊല്ലി മരിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? മരണാസന്ന വേളയിൽ മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് വാപ്പാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ചൊല്ലു വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു കാക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മക്കളെ ഒരുമിച്ച് കൂടിയിട്ട് ദിക്റിന്റെ മജ്ലിസ് മരണപ്പെടാൻ പോകുന്ന വ്യക്തിക്ക് ചുറ്റും നടത്തിയാലും മുഅ്മിനേ മുഅ്മിനാത്തേ ചൊല്ലിക്കൊടുത്തിട്ട് മയ്യിത്തിന് ദിക്ർ ചൊല്ലാൻ കഴിയണമെന്നില്ല. അതേപോലെ തന്നെ നൂറുകണക്കിന് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് നല്ല ദിക്ർ മജ്ലിസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ നടുവിൽ കിടന്നിട്ട് സക്കറാത്തിന്റെ വേളയിൽ ഒരു മനുഷ്യനെ മരിക്കാൻ കഴിഞ്ഞാലും ദിക്ർ ചൊല്ലിയിട്ട് മരണപ്പെടാൻ സാധിക്കുകയില്ല. കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യന് മരണപ്പെടുന്ന സമയത്ത് കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ച് കരയാൻ പോലും പറ്റില്ല. ഒരു മനുഷ്യന് ചെറിയ ഒരു തലവേദന വരുമ്പോ, കൈകടച്ചിൽ വരുമ്പോ, സഹിക്കാൻ പറ്റാത്ത മറ്റേതെങ്കിലും വേദനകൾ വരുമ്പോ കണ്ണുനീരൊലിപ്പിച്ച് കരയാറുണ്ടല്ലോ നാമൊക്കെ. എന്നാൽ മുഅ്മിനേ മുഅ്മിനാത്തേ മരണവേദന കൊണ്ട് പിടക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ച് കരയാൻ പറ്റില്ല. എന്താണ് കാരണം? ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവന്റെ ബ്രെയിൻ, അവന്റെ മനസ്സുമായി കണക്റ്റഡ് ആയിരിക്കണം. അതിൽ കൂടിയാണ് കണ്ണുനീര് പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ മരണവേദന കൊണ്ട് പിടക്കുന്ന ഒരു മനുഷ്യന്റെ ബ്രെയിനും ഒരു മനുഷ്യന്റെ ഹൃദയവും കണക്റ്റഡ് ആകാൻ പറ്റില്ല. അവൻ ചിന്തിക്കുന്നത് പോലെ കരയാൻ അവന് പറ്റില്ല. അത്രയും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് മരണവേദന എന്നുള്ളത്. ആ
സമയത്ത് ഒരു മനുഷ്യന് ദിക്ർ ചെല്ലണമെങ്കിൽ അവന്റെ നാവ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവന്റെ ഹൃദയം പോലും അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ജീവിച്ചവനാകണം. അവൻ അറിയാതെ, അവൻ ചിന്തിക്കാതെ, അവൻ ഓർക്കാതെ അവന്റെ നാവ് മൊഴിഞ്ഞു കൊണ്ടേയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാലേ മരണസമയത്തൊരു മനുഷ്യന് ദിക്ർ ചൊല്ലാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാ നമ്മുടെ നാവ് നമ്മളറിയാതെ ദിക്ർ ചൊല്ല? ഇപ്പൊ ഈ സദസ്സിലുള്ളവരോടൊക്കെ ഞാൻ പറയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു 10 ദിക്ർ ചൊല്ലാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ദിക്റായി ഇപ്പോ? ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എത്ര ദിക്റായി? 8 അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ എത്ര ദിക്റായി? 10 അല്ലേ? ഞാൻ ഇടക്ക് നിർത്തിയിട്ട് എത്ര ആയി എന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു എത്രയായി? 8 ഇപ്പൊ 10 കറക്റ്റ് എണ്ണം പിടിച്ച് നിങ്ങൾ ദിക്റല്ലേ ചെല്ലിയില്ലേ? നാളെ ഇതേ സമയത്ത് നിങ്ങളൊരു 10 ദിക്ർ ചെല്ലണമെന്ന് ഈ സദസ്സിന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പോകുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവോ? പറ്റൂല. എന്നാൽ ഇങ്ങനെ ഓർമ്മിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം ഒരു 40 ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ, 41ാമത്തെ ദിവസം മുതൽ നിങ്ങൾ അറിയാതെ നിസ്കാരത്തിന് ശേഷം നമ്മുടെ നാവന്തി എല്ലാം തുടങ്ങും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കിക്കോളൂ. അതിനൊരു ഉദാഹരണം നമ്മൾ പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാറില്ലേ? നമ്മളോട് ആരെങ്കിലും ഉണർത്തണോ? ബിസ്മി അല്ലേ ഉണർത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭക്ഷണം വായിലേക്ക് പോകുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ നമുക്ക് ഇഷ്കാൽ എന്താ? ചെല്ലീനാപ്പ ബിസ്മില്ലാഹി അവ്വലു വാഹിറു. അടുത്ത പൊടി എടുക്കുമ്പോൾ വീണ്ടും ചെല്ലും ബിസ്മില്ലാഹി അവ്വലു വാഹിർ. ഭക്ഷണം വായിൽ വെച്ചിട്ടും ചെല്ലും ബിസ്മില്ലാഹി അവ്വലു വാഹിറു. അത്രത്തോളം ബിസ്മി നമ്മുടെ ഹൃദയത്തെ എന്താക്കിയിട്ടുണ്ട്? കീഴടക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയമാണോ മുകളിൽ, ബിസ്മിയാണോ മുകളിൽ? ഏതാ മുകളിലുള്ളത്? ബിസ്മിയാണുള്ളത്. കാരണം എന്താ? അത്രത്തോളം ഹൃദയത്തിന്റെ മുകളിലേക്ക് നമ്മൾ ശീലിച്ച് ബിസ്മിയെ എത്തിച്ചു കളഞ്ഞു. അതേപോലെ ദിക്റിനെ എത്തിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ മുകളിലേക്ക്. ഓരോ ദിവസവും പര്യവസാനിപ്പിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ മുഅ്മിനേ, നമ്മുടെ ജീവിതവും പര്യവസാനിക്കുക ദിക്റിലായിട്ടായിരിക്കുമെന്ന് മഹാനായ ഇമാമുനാ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ ഓരോ ദിവസവും ദിക്റിലായിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞ നമ്മളും ഏതിൽ പര്യവസാനിക്കും? ഏതിൽ അവസാനിക്കും? ദിക്റിലായിട്ട് പര്യവസാനിക്കുമത്രേ. ഒരു ദിവസം പര്യവസാനിക്കാന്ന് പറഞ്ഞാൽ എന്താ? രാത്രി കിടന്നുറങ്ങുമ്പോ എങ്ങനെ ഉറങ്ങുന്നുവോ അതുപോലെ നമ്മൾ മരിക്കുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട്, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണെങ്കിൽ മുഅ്മിനേ, മുഅ്മിനേ, അവസാനം മരിക്കുമ്പോ അല്ലാഹുവിനെ സ്തുതിച്ച് ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് മരണപ്പെടാൻ കഴിയുമത്രേ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് റബ്ബിനെ സ്മരിക്കാതെ ഇയർപോഡുകൾ 2 കർണപുടങ്ങളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ശീലമാണോ നമുക്കുള്ളത്? അതേപോലെ ഇയർഫോൺ തിരികെ വെച്ച സമയത്തായിരിക്കും നാം മരണപ്പെട്ടു പോവുക. രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികള്,
നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് മരങ്ങളും തൈകളും കടപുഴകി വീഴുന്നത് പോലെ നിങ്ങൾ കടപുഴകി വീണുകൊണ്ട് ഒരൊറ്റ വീഴ്ചയിൽ അങ്ങ് ഉറങ്ങുകയാണെങ്കിൽ അതേപോലെ ഒരൊറ്റ വീഴ്ചയിലായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് മരിക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോ, മനസ്സിലാക്കിക്കോ. ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അവസാനം മരിക്കുമ്പോ ദിക്ർ മജ്ലിസ് നടത്തിയിട്ട് ദിക്ർ ആരും ചൊല്ലിത്തരേണ്ട ആവശ്യം നമുക്കില്ല. ചൊല്ലുവാപ്പാ ദിക്ർ എന്ന് പറഞ്ഞു തന്ന് കേട്ട് ചെല്ലേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. നമ്മൾ അറിയാതെ നമ്മുടെ നാവ് മരണവേദന കൊണ്ട് പിടക്കുന്ന സമയത്തും അതൊന്നും മൈൻഡ് ചെയ്യാതെ നാവിങ്ങനെ ചലിക്കുകയാണ്, ചൊല്ലുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ദിക്ർ ചൊല്ലി മരണപ്പെട്ടവരുടെയൊക്കെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കിക്കോ. അവർ സദാസമയം ദിക്ർ ചൊല്ലി ജീവിക്കുന്നവരായിരുന്നു. കേരളക്കരയിൽ ജീവിച്ച ഹബീബായ തങ്ങളുടെ തിരുസുന്നത്തുകളൊക്കെ അടിക്കടി പിന്തുടർന്നതായ മഹാനായിരുന്നു മഹാനായ ശൈഖുന അത്തിപ്പറ്റ മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വഫാത്തിന്റെ രംഗം പ്രിയപ്പെട്ട മകൻ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അദ്ദേഹത്തോടൊപ്പം ഈ വിനീത് ഇങ്ങനെ ഒരു യാത്ര നടത്തിയപ്പോ അദ്ദേഹം പറയാ, വാപ്പ മരണപ്പെടാൻ പോകുന്ന ആ ഒരു ദിവസത്തെയും ആഴ്ചയിലെയും ഓരോ സംഭവങ്ങള്. ഉസ്താദിന് മാരകമായ ക്യാൻസർ രോഗമായിരുന്നു. ഉസ്താദിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ചെയ്ത സമയത്തൊക്കെ പല സർജറികളും ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഉസ്താദിന്റെ മുഖത്തുള്ള ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവനും ക്ലീൻ ചെയ്യണമെന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഡോക്ടറോട്, എന്റെ താടി രോമങ്ങൾ എന്താവരുത്, ക്ലീൻ ചെയ്യരുത്, ഷേവ് ചെയ്യരുത്, കാരണം എന്റെ ഹബീബിന്റെ സുന്നത്താണിത്. നിങ്ങൾ ഷേവ് ചെയ്ത് ആ സമയത്ത് അങ്ങാനും ഈ മുഹയ്യദ്ദീൻ മരണപ്പെട്ടു പോയാൽ എന്റെ ഹബീബിന്റെ തിരുസുന്നത്ത് എന്റെ ശരീരത്തിൽ ഇല്ലാതെ ഞാൻ മരിച്ചു പോവല്ലോ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവസാനം സർജറി ചെയ്യേണ്ട ഭാഗത്തെ രോമം മാത്രം ഡോക്ടർ നിർബന്ധിച്ചപ്പോ ഷേവ് ചെയ്ത് കളഞ്ഞു. മറ്റേ ഭാഗത്തെ താടി രോമം അങ്ങനെ തന്നെ വെച്ചു. ആ സർജറിക്ക് ശേഷം പിന്നെ ഉസ്താദിന് എന്തായിട്ടില്ല, ആ ഭാഗത്ത് രോമം വന്നിട്ടില്ല. ഉസ്താദിന്റെ അവസാന സമയത്തെ ഫോട്ടോസൊക്കെ കണ്ടവർക്കറിയാം, ഉസ്താദിന്റെ ഒരു ഭാഗത്ത് പിന്നെ എന്ത് വന്നിട്ടില്ല, താടി രോമം വന്നിട്ടില്ല. അങ്ങനെ ഉസ്താദ് കേരളത്തിൽ ദീനായിട്ട് സമർപ്പിച്ച വലിയൊരു സ്ഥാപനമാണ് ഫത്ഹുൽ ഫത്താഹ് എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥാപനം. ഏകദേശം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പേരിൽ 40 ലക്ഷത്തോളം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ 2 ആൺമക്കളുണ്ട്, അബ്ദുൽ വാഹിദ് മുസ്ലിയാർ, മുഹമ്മദ് ഫൈദി. 2 പേരെയും അടുത്ത് വിളിക്കും. എന്നിട്ട് പറയും, മക്കളെ എന്റെ കടത്തിന്റെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ല വാപ്പ, ഒന്നും ആയിട്ടില്ല. എല്ലാരോടും ഒന്ന് ദുആ ചെയ്യാൻ പറയും. വർഷങ്ങൾക്ക് മുമ്പ് UAE അൽ ഐനിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ ഹുക്കൂമത്തിന്റെ ഔക്കാഫിന്റെ മുദരിസായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ട്. അവസാനം മകൻ പോകല സാലറി വാങ്ങാൻ വേണ്ടിട്ട്. ഉസ്താദ് സാലറി വാങ്ങി പിറ്റേന്നാകുമ്പോ 1 രൂപ ഉസ്താദിന്റെ കയ്യിലുണ്ടാവില്ല. എല്ലാവർക്കും കൊടുക്കും, പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യും. അവസാന സമയത്താണ് ഉസ്താദിന്റെ വീടിന്റെ പണി പോലും തീർന്നത്. 19 വയസ്സിന്റെ അടുത്ത് വരെ ജീവിച്ചിട്ട് അവസാന സമയം വീടിന്റെ പണി പോലും തീർന്നത്. അത്രത്തോളം മൂപ്പരെന്തായി, പാവപ്പെട്ടവർക്കൊക്കെ സദക്ക ചെയ്തുകൊണ്ടേയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മതബൗദ്ധിക സമന്വയ വനിതകൾക്കുള്ള സ്ഥാപനം വന്നത് മലപ്പുറം ജില്ലയിൽ സഹ്റവിയ എന്ന കോളേജാ. ആ കോളേജിന്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് ആരാണ്? ഒമാനായ അത്തിപ്പറ്റ ഉസ്താദായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എടുക്കും, ദീന് വെറുതെ കൊടുക്കും. അങ്ങനെ അവസാനം ഈ 40 ലക്ഷത്തോളം രൂപ സ്ഥാപനത്തിന്റെ പേരിൽ കടം വന്നു. ഉസ്താദ് ഹോസ്പിറ്റലിലായി.
മക്കളോട് പറഞ്ഞു, മക്കളെ എന്തെങ്കിലും വഴിയായോ? ഇല്ല വാപ്പ. എല്ലാവരോടും ഒന്ന് ദുആ ചെയ്യാൻ പറയും, എൻ്റെ കടബാധ്യത തീർന്നു കിട്ടാൻ. ദീനിന് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ വന്ന കട. മക്കള് ആരോടും പറഞ്ഞില്ല. ഉസ്താദിന്റെ മകൻ പറയാ, നമുക്ക് ഉറപ്പാണ് കടക്കാരനായിട്ട് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ അള്ളാഹു റൂഹ് പിടിക്കൂല, നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വാപ്പാടെ നോട്ടെ, അത്രയും കാലം വാപ്പാനെ കാണാലോ. പിറ്റേത്തെ ആഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മക്കളോട് ചോദിക്കുക, മക്കളെ എൻ്റെ കടബാധ്യത എന്തെങ്കിലും തീരുമാനമായോ? ഇല്ല വാപ്പ, നിങ്ങളോടല്ലേ ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ പറഞ്ഞത്. നിർബന്ധിച്ചപ്പോ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഉസ്താദിന്റെ മകൻ വാഹിദ് മുസ്ലിയാർ ഒരു വോയിസ് ഇട്ടു. അത്തിപ്പറ്റ ഉസ്താദ് ഹോസ്പിറ്റലിലാണ്, ഇത്ര രൂപ കടവുണ്ട്, ഇത്ര ലക്ഷം രൂപ കടവുണ്ട്, അത് വീട് കിട്ടാൻ വേണ്ടി എല്ലാരോടും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വോയിസ് കേരളമാകെ പരന്നു. 4 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് അത് കേട്ട ഉടനെ തന്നെ, അവർ ഗ്രൂപ്പായിട്ട് ബിസിനസ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്തി. ഉസ്താദിന്റെ മകനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ലക്ഷക്കണക്കിന് രൂപ മുഴുവനും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഒരാളോട് ഇനി ചോദിക്കരുത്. എപ്പോ കൊണ്ടുവരും നിങ്ങള്? നമുക്കൊരു 5 ദിവസം സമയം തന്നാ മതി. അങ്ങനെ 5 ദിവസം തികയുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാർ ആ ക്യാഷ് മുഴുവൻ എവിടത്തേക്ക് എത്തിച്ചു? ഉസ്താദിന്റെ മകൻ എത്തിച്ചു കൊടുത്തു. ആ കടബാധ്യത മുഴുവനും തീർത്തു. ഹോസ്പിറ്റലിൽ പോയി അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, വാപ്പാ നിങ്ങളുടെ കടം മുഴുവനും തീർന്നിട്ടുണ്ട് വാപ്പാ, അൽഹംദുലില്ലാഹ്. പിറ്റേന്ന് കേൾക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉസ്താദിന്റെ മകൻ പറഞ്ഞ എത്ര സത്യമാണ്. കടക്കാരനായിട്ട് വാപ്പാന്റെ റൂഹിനെ അള്ളാഹു പിടിക്കൂല. അതുകൊണ്ട് കടം വീടാൻ ആരോട് ദുആ ചെയ്യാൻ പറഞ്ഞില്ല. ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ കടം വീടി. അതുമല്ല, അൽഹംദുലില്ലാഹ്, വാപ്പാന്റെ ആഗ്രഹം പൂർത്തിയായി. കടക്കാരനല്ലാതെ വാപ്പാന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു. പക്ഷെ നമ്മുടെ സങ്കടം, അന്ന് ആരും ദുആ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വാപ്പ കടക്കാരനായിട്ട് നിൽക്കുമല്ലോ. അത്രയും കാലം നമുക്ക് വാപ്പാനെ കാണാമല്ലോ. ആ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവസാനം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. സക്കറാത്തിന്റെ സമയത്ത് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ പറയുകയാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ നാവിന്റെ തുമ്പിൽ നിന്നും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, ഓരോ ശ്വാസം മുകളിലോട്ടെടുക്കുമ്പോഴും താഴോട്ടിറക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതായിരുന്നു ഓരോ ശ്വാസോച്ഛ്വാസത്തിനും കേട്ടുകൊണ്ടിരുന്നത്. എന്താ കാരണം? ഉസ്താദിന്റെ ഹയാത്ത് കാലഘട്ടത്തിൽ ഉസ്താദുമായി ബന്ധപ്പെട്ടവർ ഈ നാട്ടിലൊക്കെ ഉണ്ടാകും, എല്ലാ നാടുകളിലുണ്ട്. പല സ്ഥലങ്ങളിലും മജ്‌ലിസിന് ഉസ്താദ് എന്തായിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ഉസ്താദിന്റെ നാവിന്റെ തുമ്പിൽ നിന്നും വരുന്നത് അല്ലാഹനെ സൂക്ഷിക്കണേ മക്കളെ, അല്ലാഹനെ സൂക്ഷിക്കണേ മക്കളെ. ഉസ്താദിന്റെ വീട്ടിൽ ഓരോ ദിവസവും ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടാകും ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട്. ഏത് ഭക്ഷണത്തിന്റെ സമയം അവിടെ എത്തിയാലും ഒരു വലിയ ഭക്ഷണത്തളികയിൽ ഭക്ഷണം വിളമ്പും, ഒരു പായയിലിരുത്തിയിട്ട് എല്ലാവരും ഒരുമിച്ചെന്താവും ആ ഭക്ഷണത്തളികയിൽ. ഞങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കും, അൽഹംദുലില്ലാഹ്, എല്ലാ സുന്നത്തും എന്തായി പിന്തുടർന്നു, പതിവാക്കി. അതേപോലെ അവസാനം ഉസ്താദിന്റെ നാവ് ഹയാത്ത് കാലത്ത് ദിക്റിലായി ചലിച്ചതുപോലെ അവസാനം സക്രാത്തിന്റെ സമയത്തും ചലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നാവിനെപ്പോഴും അസറുണ്ടാകും, ആ നാവിനെപ്പോഴും മഹത്വമുണ്ടാവും. അങ്ങനെയുള്ള നാവിന്റെ തുമ്പിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ വേർഡ്സിനും ഓരോ വാക്കിനും അതിൻ്റെതായ ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഹാജിയാന് പറയാ, അദ്ദേഹം മല്ലയിലുണ്ടായതാ, അദ്ദേഹം പറയാ, എന്റെ അടുത്ത് 1 രൂപ പോലും ഉണ്ടായിട്ടില്ല. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഹാജിയാരെ അടുത്ത വർഷം നിങ്ങളും കുടുംബം ഹജ്ജിന് പോകണമെന്ന്. ഉസ്താദ് എന്റെ കയ്യിലൊരു, നിങ്ങൾ ഹജ്ജിന് പോകണം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത വർഷമാകുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് അദ്ദേഹം ഹജ്ജിന് കൊടുത്തു, ഹജ്ജിന് കിട്ടി.
ആ സമയമാകും അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്പത്ത് എടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തി. ഹജ്ജിന് പോയി. പിറ്റേത്തെ വർഷം അദ്ദേഹത്തോട് ഇതേ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഹാജിയാരെ, ഇനി നിങ്ങൾ ഗൾഫിൽ നിൽക്കേണ്ട, നാട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് കരിങ്കോഴി ഉണ്ടല്ലോ, കരിങ്കോഴി, അതിന്റെ കച്ചവടം തുടങ്ങിക്കോളൂ, അള്ളാഹു ബർക്കത്ത് ചെയ്യും.